ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോപ്പകുമാർ ടിപിയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ചാനലോട് ചർച്ച ചെയ്യാറുള്ളത്. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇന്നോവേറ്റീവ് മാത്രമല്ല, ഒരു പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. നാട്ടിൽ പാർട്ട് ടൈം ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളും എളുപ്പവുമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പ് റീറ്റെയിൽ ഷോപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ഷോപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ഷോപ്പ് ആവാം. ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു എക്സ്ട്രാ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിനെ നിങ്ങൾക്ക് എടുത്തിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം അത്രയും വലിയ സാധ്യതയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിന് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബിസിനസ് എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഫുൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വെൽക്കം ടു വീഡിയോ. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫയർ ബോൾസിനെ കുറിച്ചാണ്. തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് തനിയെ പൊട്ടി ഓട്ടോമാറ്റിക്കലി തീ അണയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഡിവൈസാണ്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിവൈസാണ് ഫയർ ബോൾ. നിങ്ങൾക്കറിയാം, പണ്ടകാലത്തെ പോലെയല്ല, ഒരുപാട് ബിൽഡിങ്സ് നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതൽ കാണും. ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 7 ബില്യന് മുകളിലാണ് തീപിടുത്തം മൂലം മാത്രം ഉണ്ടായ നഷ്ടങ്ങൾ. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഓൾറെഡി പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരുപാട് മെക്കാനിസംസ് ഉണ്ട്. പക്ഷേ തീ ഉണ്ടാകുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടും അതേപോലെ തന്നെ ഇത് കൃത്യമായിട്ട് എങ്ങനെ തീരടുത്ത് പോകാനൊക്കെ പേടിയായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിവൈസുകൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാറില്ല എന്നാണ് വാസ്തവം. ആ ഒരു പ്രോബ്ലം കണ്ടുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ വേണമെന്നുള്ള താല്പര്യപ്രകാരം ഡിസൈൻ ചെയ്തെടുത്തുള്ള പ്രൊഡക്റ്റാണ് ഈ ഫയർബോൾ. ഫയർബോളിന്റെ പ്രത്യേകത, തീ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ കൂടുതലാകുന്ന സമയത്ത് തീനാളം നമ്മുടെ ഈ ബോളിന്റെ അടുത്തേക്ക് ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് പൊട്ടി 360 ആംഗിളിൽ പൊട്ടിയതിനു ശേഷം ആ തീ കംപ്ലീറ്റ് ആയിട്ട് അണയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡെമോ ഒന്ന് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതിനുശേഷം ഈ പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും പറയാം. നേരെ ഡെമോയിലേക്ക്. ഡെമോ കണ്ടെന്ന് വിചാരിക്കുന്നു. ഡെമോ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായി. ഇനി ഈ പ്രൊഡക്റ്റിന്റെ ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരു വീടുകളാണെങ്കിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങാണെങ്കിലൊക്കെ ഈ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റിനുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് ഇത് കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കേരള NRI ക്ലബ് സർവീസസിനോട് ചോദിക്കാം. അപ്പം അവരുടെ ഒപ്പീനിയൻ. ഫയർബോളിനെ പറ്റി പറഞ്ഞാൽ, ഇപ്പം നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റായിട്ട് വേണം ഇതിനെ കാണാൻ. കാരണം നമ്മൾ ഫയർ സിസ്റ്റത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട് കുറ്റി അല്ലെങ്കിൽ തൊട്ടി, മണ്ണ് നിറച്ച തൊട്ടികളൊക്കെ ആണ് ഇപ്പോൾ ഒരു ഫയർ എക്സ്റ്റിങ്വിഷറായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രായോഗിക തലത്തിൽ അത് പലപ്പോഴും ഉപയോഗപ്പെടാറില്ല എന്നുള്ളതാണ് സത്യം. തീ കെടുത്താൻ ഫയർ എഞ്ചിൻ തന്നെ വേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഫയർ ഉണ്ടാകുന്ന സമയത്ത് ഇനീഷ്യൽ ടൈമിൽ ഇപ്പം ഫയർ എഞ്ചിനൊക്കെ വരാനുള്ളൊരു ടൈം ഡിലേ കൊണ്ടാണ് ഫയർ കണ്ടമാനം സ്പ്രെഡ് ആകുന്നത്. ഇത് ഈ ആ ഫയർ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ ഫയറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പൊട്ടിത്തെറിച്ച്, ഇതിൻ്റെ ഉള്ളിൽ മോണോമോണിയം ഫോസ്ഫേറ്റ് ആണ്. അതിൻ്റെ പുറത്തൂടെ, വോളിൻ്റെ പുറത്തൂടെ 4 സൈഡിൽ കൂടെ ഫ്യൂസസ് പോകുന്നുണ്ട്. ആ ഫ്യൂസസിൽ എവിടെയെങ്കിലും ഫയർ സെൻസ് ചെയ്ത് അന്നേരം ഇത് ബ്ലാസ്റ്റായിട്ട് 360 ഡിഗ്രി ആംഗിളിൽ ചെതറി തീയുടെ മുകളിലോട്ട് വീണ് തീ കെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ക്വിക്ക് ആക്ഷൻ, ഫയറിന് അഗൻസ്റ്റായിട്ട് ഒരു ക്വിക്ക് ആക്ഷൻ എന്നുള്ള രീതിയിൽ ഇത് വളരെ ഉപകാരപ്രദമാണ്. അതുതന്നെയല്ല, കൊച്ചു കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഫയർ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. DBയുടെ മുകളിൽ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ആളില്ലെങ്കിൽ പോലും നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പല രാജ്യങ്ങളിലും ഈ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഫയർ ബോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. 7ലധികം രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീപിടുത്തം ഉണ്ടാകുമ്പോൾ അനായാസമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് എന്ന നിലയിൽ, സാധാരണ ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന പ്രോഡക്റ്റ് എന്ന നിലയിലാണ് ഈ ഫയർ ബോളിൻ്റെ പ്രസക്തി കൂടി വരുന്നത്. ഇപ്പോൾ തന്നെ അടുത്ത കാലത്ത് 200ലധികം വണ്ടികൾക്ക് തീ പിടിച്ചു കേരളത്തിൽ. അത് പലപ്പോഴും ഈ പെട്രോൾ ട്യൂബ് കരണ്ടുന്ന വണ്ടുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ വണ്ടിയുടെ മോഡിഫിക്കേഷൻ വരുന്നതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്താണെങ്കിലും അങ്ങനെയുള്ള ഒരു ഫയർ ഉണ്ടാകുന്ന സമയത്ത് ഒരു സിലിണ്ടർ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടോ ഫയർ ഈ തീ പിടിക്കുന്നിടത്തോട്ട് അടുത്ത് ചെല്ലാൻ ആൾക്കാർക്ക് മടിയുണ്ടാവും. ഫയർ എഞ്ചിൻ വരാൻ താമസം എടുക്കുക, ആ സമയം കൊണ്ട് വണ്ടി കത്തിപ്പോവും. അങ്ങനെ ഒരു സാഹചര്യത്തെ ഒഴിവാക്കാനായിട്ട് ഇതുപോലുള്ള പ്രോഡക്റ്റ് മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഫയർ ബോളിന് നല്ലൊരു മാർക്കറ്റ് ഇനിയും ഉണ്ട്. പല മേഖലകളിലും കടന്നു ചെല്ലാനുള്ള ഒരു സാധ്യത ഈ ബോളിനുണ്ട്. ഇൻഡസ്ട്രിയൽ ലെവലിലാണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകൾ ഒക്കെയുള്ള സ്ഥലങ്ങളിൽ
തീപിടുത്തം ഇപ്പോൾ പഴയതിലൊക്കെ വളരെ കൂടിയേ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് എപ്പോഴും എക്കാലവും പ്രസക്തം തന്നെയാണ്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് വെച്ച് ഞങ്ങളൊരു 3-4 മാസം മുമ്പ് ഒരു 12ഓളം ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരുന്നു, പൊട്ടിച്ച് കാണിച്ചിരുന്നു. അതല്ലാതെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ്, പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ളിടത്തുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ബ്രീഫ് കൊടുത്തിട്ടുണ്ട്. തന്നെയല്ല ഇപ്പം എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും ഈ പ്രോഡക്റ്റിനുണ്ട്. നാഷണൽ ടെസ്റ്റ് ഹൗസിൻ്റേത്, ഫയർ ടെസ്റ്റ് ലാബോറട്ടറിയുടേത്, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്കൊന്നും ഇത്രയും ക്വാളിറ്റി അഷുറൻസ് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ ബോളിൻ്റെ ഒന്നും ഇതുപോലെ ഈ ബോളിൻ്റെ 4 സൈഡിൽ കൂടെ ഫ്യൂസസ് പോകുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ഫയർ സെൻസ് ചെയ്യാൻ നേരം ബ്ലാസ്റ്റ് ആവും. 80 ഡിഗ്രി ഫ്ലെയിം വന്നാലോ അല്ലെങ്കിൽ 220 ഡിഗ്രി അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ആവും. അതുകൊണ്ട് അത്രയും ഒരു അഷുറൻസ് കൊടുക്കാനില്ല. അത് മറ്റുള്ള ബോളിനെ വെച്ച് സംബന്ധിച്ച് വളരെ ഫെയിലിയർ ചാൻസസ് കുറവാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന മോണോ അമോണിയം ഫോസ്ഫേറ്റിന്റെ ഗ്രേഡുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിനകത്ത് BI സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. MAP 50, MAP 90 ഗ്രേഡുകളിലാണ് BI സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. നമ്മുടെ FS ഫയർ ബോൾസ് ഉള്ള ഗ്രേഡ് എന്ന് പറയുന്നത് MAP 90 ആണ്. അതായത് ഒരു ഫയർ ഉണ്ടാകുന്ന സമയത്ത് ഇത് 100% പൊട്ടുകയും അത് തീ അണയും ചെയ്യുന്നത് 100% ഉറപ്പാണ്. ഇനി ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ഭയങ്കര എന്താ പറയണ്ടേ, നമുക്ക് ശ്വസിക്കാൻ പറ്റാത്ത ഗ്യാസുകൾ ഉണ്ടാവുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് തിങ്ക് ചെയ്യുന്നുണ്ടോ. പക്ഷേ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചർ ഗ്രേഡ് പ്രൊഡക്റ്റ് ആണ്. പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും എന്ത് പറയണ്ടേ, ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ലൈക്ക് അസിഡിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റാത്തതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വാതകങ്ങളും വരില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇതിന്റെ സർട്ടിഫിക്കേഷൻസ് ഓൾറെഡി ഈ താഴെ കാണിക്കുന്ന സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഈ പ്രൊഡക്റ്റിന് കിട്ടിയതാണ്. അത് ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് കൺട്രീസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ പല കൺട്രീസിലും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് ചെയ്യുന്നത് കേരള Unlike ക്ലബ് സർവീസസ് കമ്പനിയാണ്. ഈ കമ്പനി ആക്ച്വലി കേരളത്തിൽ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ജില്ലാ അടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബിസിനസ് അവസരമാണ് ഞാൻ കൃത്യമായിട്ട് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി എടുക്കേണ്ട ആവശ്യമുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ഇൻകം വേണമെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്യാം. ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് 1% ഓഫ് കമ്മീഷൻ കിട്ടും. 2 പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1% ഓഫ് കമ്മീഷൻ കിട്ടും. 12 പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1% ഓഫ് കമ്മീഷൻ കിട്ടും. 48 പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1% ഓഫ് കമ്മീഷൻ. 48 പ്രൊഡക്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു മാസം 40,000 രൂപക്ക് മുകളിൽ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് മാത്രം തന്നെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് സ്പെഷ്യലി നോക്കിയാൽ മനസ്സിലാവും, ഒരു ചെറിയൊരു പഞ്ചായത്തോ ഒരു മുനിസിപ്പാലിറ്റി എടുത്താൽ തന്നെ ആയിരക്കണക്കിന് വീടുകളും അല്ലെങ്കിൽ ആയിരക്കണക്കിന് കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇവിടെയൊക്കെ ഈ പ്രൊഡക്റ്റിന്റെ സാധ്യത നിലനിൽക്കുന്നു. കാരണം ഇതൊരു ചെറിയൊരു 1.5 kg വരുന്ന ഒരു ബോളാണ്. ഒരു ഫുട്ബോൾ ബോളിന്റെ വലിപ്പം മാത്രമേ ഉള്ളൂ, മിനി ഫുട്ബോൾ ബോളിന്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വീടുകളിൽ എസ്പെഷ്യലി ഫയർ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് തൂക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രിവെന്റീവ് ആണ്. നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് യാതൊരുവിധ മെയിൻ്റെനൻസ് വേണ്ട. ലെറ്റ് ഇറ്റ് ബി ദർ. എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പൊട്ടും, മുകളിലെങ്കിലും നമുക്ക് റീപ്ലേസ് ചെയ്യാം ആഫ്റ്റർ 5 ഇയേഴ്സ്. ഇതാണ് ഇതിന്റെ ഒരു ബിസിനസ് മോഡൽ വരുന്നത്. നിങ്ങളൊരു ഹാർഡ്വെയർ ഷോപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വീടിന്റെ പുതിയ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാം. ഇല്ല, നിങ്ങളൊരു എഞ്ചിനീയർ ആണ്, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അറിയാം, വീടിന്റെ ആൾക്കാരെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സെൽ ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് ആക്ച്വലി എന്താ പറയേണ്ടത്, നിങ്ങൾക്കൊരു കൺസ്ട്രക്ഷൻ മേഖലയിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുതിയ വീടുകളായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെൽ ചെയ്യാം. ഇല്ല, നിങ്ങളൊരു പാർട്ട് ടൈം ഇൻകം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കറന്റ് ഈ ഒരു മേഖലയിലെല്ലാം ജോബ്, പക്ഷെ നിങ്ങൾക്ക് നേരിട്ട് കസ്റ്റമറോട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് സെൽ ചെയ്യാം. അങ്ങനെയുള്ള വിവിധമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ട് ടൈം ഇൻകം വേണ്ട. ഇതിനൊരു സ്ലാബ് ഉണ്ട്. ഇപ്പം നിങ്ങൾ 12 പ്രൊഡക്റ്റാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ലാഭവിഹിതം ഇത്രയാണ്. നിങ്ങൾ 12ന്റെ മുകളിൽ 20 പ്രൊഡക്റ്റാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ലാഭവിഹിതം ഇത്രയാണ്. 42 പ്രൊഡക്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഇത്തരം ലാഭവിഹിതം ഇത്രയാണെന്നില്ല ഇതിൽ ഇവർ കൃത്യമായിട്ടുള്ള സ്ലാബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ലാഭവിഹിതം എത്ര കിട്ടുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനിയെ കോൺടാക്ട് ചെയ്യാം. അതുകൂടാതെ ഇവിടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള എല്ലാ ദിവസങ്ങളിലുള്ള അപ്ഡേറ്റ്സുകൾ, കാര്യങ്ങൾ, ഇതിന്റെ കൊളാട്രൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ ബാക്ക് കിട്ടും. അതുമാത്രമല്ല ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാം. ഇനി ഈ പ്രൊഡക്റ്റ് എനിക്ക് സിംഗിൾ പീസ് ആയിട്ട് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലോ നേരിട്ട് നമുക്ക് കേരള NRI ക്ലബ് സർവീസസിന്റെ അടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. ഇത് കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്താണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. FX ഫയർബോർഡിൻ്റെ പ്രത്യേകത, അത് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളിൽ തീപിടുത്തമുണ്ടാകുമ്പോൾ സെൻസർ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടിത്തെറിച്ച് തീയെ കെടുത്തുന്നു. ഒപ്പം തന്നെ മറ്റു വാഹനങ്ങളിലോ ബിൽഡിങ്ങുകളിലോ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഈ ബോർഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ കഴിയും.
ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിലെ 8 ജില്ലകളിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് പ്രതീക്ഷ എൻ്റർപ്രൈസസ് ആണ്. FX ഫയർബോളിൻ്റെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഡിസ്ട്രിബ്യൂട്ടറാണ് ഞാൻ. സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനകരമായ FX ഫയർബോളിൻ്റെ പ്രചരണത്തിനൊപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോലെയുള്ള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായത്തോടെ തീപിടുത്തത്തിനെതിരെ ഒരു ബോധവൽക്കരണ സെമിനാർ കണ്ടക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്താണ് പറയുന്നത് കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ആക്കരുത്. നിങ്ങൾക്ക് വളരെ സസ്റ്റൈനബിൾ ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ അവസരമാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.